സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സ്റ്റിൽ വി റൈസ് എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ് എന്ന മലാല യൂസഫ്സായിയുടെ പ്രസംഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, മലാല പാകിസ്ഥാനിലെ സാമൂഹിക പ്രവർത്തകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ്. മലാല ഒരിക്കൽ തീവ്രവാദികളുടെ തോക്കിനിരയായി രക്ഷപ്പെട്ട ആളാണ്. 2014 അവർക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും മലാല യൂസഫ്സായിക്കുണ്ട്. You are part of different families, societies, communities, etc. നിങ്ങളെല്ലാം വ്യത്യസ്ത കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയൊക്കെ ഭാഗമാണ്. സംടൈംസ് യു ഹാവ് ടു ഫേസ് മെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. ചില സമയത്ത് നമുക്ക് പല പ്രതിസന്ധികളും തടസ്സങ്ങളുമൊക്കെ ഈ സമൂഹങ്ങളിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരും. ഹൂ വിൽ ഹെൽപ്പ് യു ഇൻ സച്ച് സിറ്റുവേഷൻസ്? ആരാണ് നമ്മെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം സഹായിക്കുക? ഇൻ സിൻഡ്രലാസ് ലൈഫ് എ ഫെയറി ഹെൽപ്ഡ് ഹർ ടു ചേഞ്ച് ഹർ ഫോർച്യൂൺ. നമ്മൾ നേരത്തെ സിൻഡ്രലയുടെ പാഠം പഠിച്ചു. സിൻഡ്രലയുടെ ജീവിതത്തിൽ ഒരു മാലാഖ അവളെ സഹായിക്കും, അങ്ങനെ അവളുടെ വിധിയെ മാറ്റിമറിക്കുന്നുണ്ട്. ബട്ട് ഇൻ റിയൽ ലൈഫ് ക്യാൻ വി എക്സ്പെക്റ്റ് സച്ച് ഫെയറീസ് ടു ഹെൽപ്പ് അസ്? പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നമ്മളെ ഒരു മാലാഖ നേരിട്ട് സഹായിക്കാൻ വരുമോ? ദർ ആർ സം പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി who raised their voice for their rights and also for bringing about positive changes in the society. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്, അവരവരുടെ ശബ്ദമുയർത്തുന്നു. who raised their voice, ശബ്ദമുയർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? for their rights, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. and also for bringing about positive changes in the society, സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരൊരുപാട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. മലാല യൂസഫ്സായ് ഈസ് വൺ എമംഗ് ദം. അത്തരത്തിലുള്ള ഒരാളാണ് മലാല യൂസഫ്സായ്. ഷീ ഈസ് ദി ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സഫേർഡ് ഫോർ ദാറ്റ്. അവർ വിദ്യാഭ്യാസത്തിനു വേണ്ടി എണീറ്റ് നിന്ന് ഒരുപാട് പോരാടിയ ആളാണ്. അതിന് അവരൊരുപാട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെറ്റ് us read the speech of മലാല. മലാലയുടെ പ്രസംഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിച്ച് ഷീ ഡെലിവേർഡ് അറ്റ് ദി UN ജനറൽ അസംബ്ലി. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് അവർ ഈ സ്പീച്ച് നടത്തിയത്. അപ്പോൾ നമുക്ക് സ്പീച്ചിലേക്ക് പോവാം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ എന്ന് മലാല യൂസഫ്സായ് അഡ്രസ് ചെയ്യാണ്. ടുഡേ ഇറ്റ് ഈസ് എൻ ഓണർ ഫോർ മീ ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. ഇവിടെ നമുക്കറിയാം, ഓണർ എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ് അർത്ഥം. അപ്പം ടുഡേ ഇറ്റ് ഈസ് എൻ ഓണർ ഫോർ മീ, ഇന്ന് എനിക്ക് കിട്ടിയ ആദരവാണ്. ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും സംസാരിക്കാൻ എനിക്ക് കിട്ടിയ അവസരമാണിത്. ബീയിങ് ഹിയർ വിത്ത് സച്ച് ഓണറബിൾ പീപ്പിൾ ഈസ് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഇവിടെ ഇത്തരത്തിലുള്ള ആദരണീയരായ ജനങ്ങളുടെ കൂടെ ആവാൻ കഴിഞ്ഞത് ഏറ്റവും മഹത്തായ നിമിഷമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷമാണിത്. ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. എൻ്റെ പ്രസംഗം എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്റ്റിംഗ് മീ ടു സേ. ജനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗോഡ് ഫോർ ഹൂം വി ആർ ഈക്വൽ. അങ്ങനെ അവർ പറയാണ്, ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, അവൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. വി ആൾ ആർ ഈക്വൽ. ആൻഡ് താങ്ക് യു ടു എവറി പേഴ്സൺ who has prayed for my fast recovery and a new life. അങ്ങനെ അവർ പറയാണ്, പിന്നീട് ഞാൻ എല്ലാ വ്യക്തികൾക്കും നന്ദി പറയാണ്. എൻ്റെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടിയും പുതിയ ഒരു ജീവിതത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എത്രത്തോളം സ്നേഹമാണ് ഈ ആളുകളൊക്കെ എന്നോട് കാണിച്ചത്. ഐ ഹാവ് റിസീവ്ഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷ് കാർഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഫ്രം ആൾ ഓവർ ദി വേൾഡ്. ഞാൻ ആയിരക്കണക്കിന് ആശംസാ കാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട്.
അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ടു ആൾ ഓഫ് ദം. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ടു ദി ചിൽഡ്രൻ ഹൂസ് ഇന്നസെൻറ്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. പിന്നീട് എല്ലാ കുട്ടികൾക്കും ഞാൻ നന്ദി പറയുന്നു. ചിൽഡ്രൻ ഹൂസ് ഇന്നസെൻറ്റ് വേർഡ്സ്, അവരുടെ നിഷ്കളങ്കമായ വാക്കുകൾ, എൻകറേജ്ഡ് മീ, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു ടു മൈ എൽഡേഴ്സ് ഹൂസ് പ്രേയേഴ്സ് സ്ട്രെങ്തൻ മീ. അതുപോലെ എൻ്റെ ഗുരുജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അവയുടെ പ്രാർത്ഥനകൾ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡു റിമെമ്പർ വൺ തിങ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. മലാല ഡേ എന്ന് പറയുന്നത് എൻ്റെ ദിവസമല്ല. ടുഡേ ഈസ് ദി ഡേ ഓഫ് എവറി വുമൺ, എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റൈസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ പെണ്ണിൻ്റെയും, ഓരോ ആൺകുട്ടിയുടെയും, ഓരോ പെൺകുട്ടിയുടെയും ദിവസമാണിന്ന്. There are hundreds of human rights activists and social workers. ഇവിടെ നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമുണ്ട്. who are not only speaking for human rights. അവർ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. but who are struggling to achieve their goals of education. പക്ഷേ അവർ സമരം ചെയ്യുന്നുണ്ട്. എന്തിന്? to achieve, നേടിയെടുക്കുന്നതിന് വേണ്ടി, their goals of education, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, പീസ് ആൻഡ് ഈക്വാലിറ്റി, സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമുണ്ട്. Thousands of people have been killed by the terrorists and millions have been injured. ആയിരക്കണക്കിന് ആളുകൾ, thousands of people have been killed by the terrorists, ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. and millions have been injured, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. I am just one of them. അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, we realize the importance of light when we see darkness. പ്രകാശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഇരുട്ട് കാണുമ്പോഴാണ്. when we see darkness, darkness എന്ന് പറഞ്ഞാൽ ഇരുട്ട്. we realize the importance of our voice when we are silenced. ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ നിശബ്ദരാക്കപ്പെടുമ്പോഴാണ്. ഇൻ ദി സെയിം വേ, ഇതുപോലെ തന്നെയാണ് when we were in Swat, the north of Pakistan, നമ്മൾ പാകിസ്ഥാൻ്റെ വടക്ക് ഭാഗത്തുള്ള സ്വാറ്റിലാവുമ്പോൾ we realized the importance of pen and books. പേനയുടെയും പുസ്തകത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. when we saw the guns, നമ്മൾ തോക്കുകൾ കാണുമ്പോൾ. അപ്പോൾ അന്ധകാരം കാണുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ വില മനസ്സിലാക്കുന്ന പോലെ, അതല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെടുമ്പോൾ ശബ്ദത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, പാകിസ്ഥാനിലെ തോക്കുകൾ കാണുമ്പോഴാണ് പുസ്തകത്തിൻ്റെയും പേനയുടെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ആദ്യ ഭാഗത്തിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. The wise saying, the pen is mightier than the sword, was true. ബുദ്ധിയുള്ള ആളുകൾ പറയുന്ന പേന വാളിനേക്കാൾ ശക്തിയുള്ളതാണ് എന്ന വാക്യം വളരെ സത്യമാണ്. sword എന്ന് പറഞ്ഞാൽ ഇവിടെ വാളാണ് ഉദ്ദേശിക്കുന്നത്. The extremists are afraid of books and pens. തീവ്രവാദികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പുസ്തകങ്ങളെയും പേനകളെയുമാണ്. The power of education frightens them. എഡ്യൂക്കേഷൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു ഇത്തരം തീവ്രവാദികളെ. They are afraid of women. അവർക്ക് സ്ത്രീകളെ ഭയമാണ്. The power of the voice of the women frightens them. സ്ത്രീകളുടെ ശബ്ദത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. ഓണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. ഇനി അവർ സെക്രട്ടറി ജനറലിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയാണ് സമാധാനം, പീസ് എന്ന് പറയുന്നത് നെസസറി ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ടെററിസം, തീവ്രവാദം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, യുദ്ധങ്ങളും മറ്റു കലഹങ്ങളും, സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾസ്, വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ പോകുന്നതിൽ നിന്നും ഇത്തരം യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ തടയുന്നു. വി ആർ റിയലി ടയേർഡ് ഓഫ് ദിസ് വാർസ്. ഈ യുദ്ധങ്ങൾ കാരണം നമ്മൾ ശരിക്കും തളർന്നു പോയിട്ടുണ്ട്, നമ്മൾ ശരിക്കും ക്ഷീണിതരായിട്ടുണ്ട്. വിമൻ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ്. സ്ത്രീകളും കുട്ടികളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. ഇൻ മെനി വേയ്സ്, വ്യത്യസ്തമായ രീതികളിൽ. മെനി ഇന്നസെൻറ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. പാവപ്പെട്ട
ധാരാളം നിഷ്കളങ്കരായ കുട്ടികളൊക്കെ വിക്ടിംസ്, അവരൊക്കെ ഇരകളാണ് ഓഫ് ചൈൽഡ് ലേബർ, ബാലവേലയുടെയൊക്കെ ഇരകളായി മാറാണ് കുട്ടികളൊക്കെ. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് എൻ ഏർലി ഏജ്. ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നു. അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കാനൊക്കെ നിർബന്ധരാകുന്നു. ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് എൻ ഏർലി ഏജ്. പോവേർട്ടി, ദാരിദ്ര്യം, ഇഗ്നറൻസ്, അജ്ഞത, ഇൻജസ്റ്റിസ്, അനീതി, റേസിസം, വംശീയത ആൻഡ് ദി ഡിപ്രിവിയേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ്, അടിസ്ഥാന അവകാശങ്ങളുടെ നിഷേധം, ഇതൊക്കെ എന്താണ്? ആർ ദി മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഇവയെല്ലാം. ദാരിദ്ര്യം, അജ്ഞത, അനീതി, വംശീയത, അതുപോലെ അടിസ്ഥാന അവകാശങ്ങളുടെ നിഷേധമൊക്കെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഡിയർ ഫെല്ലോസ്, പ്രിയപ്പെട്ട ജനങ്ങളെ, ടുഡേ ഐ ആം ഫോക്കസിങ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ദേ ആർ സഫറിങ് ദി മോസ്റ്റ്. ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളിലാണ്, വിമൻസ് റൈറ്റ്സിലാണ്, ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ്. കാരണം ബിക്കോസ് ദേ ആർ സഫറിങ് ദി മോസ്റ്റ്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവരാണ്. ദർ വാസ് എ ടൈം വെൻ വിമൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആസ്ക്ഡ് മെൻ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദെയർ റൈറ്റ്സ്. സ്ത്രീകളായ സാമൂഹിക പ്രവർത്തകർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പുരുഷന്മാരോട് ശബ്ദിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർസെൽസ്. പക്ഷേ ഈ സമയം നമ്മൾ തന്നെ സ്വയം അത് നിർവഹിക്കുകയാണ്. ഐ ആം നോട്ട് ടെല്ലിങ് മെൻ ടു സ്റ്റെപ്പ് അവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വുമൻസ് റൈറ്റ്സ്. റാദർ ഐ ആം ഫോക്കസിങ് ഓൺ വിമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ടു ഫൈറ്റ് ഫോർ ദംസെൽസ്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നില്ല, ഞാൻ പറയുന്നില്ല എന്ത്, അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തരുത് എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? റാദർ ഐ ആം ഫോക്കസിങ് ഓൺ വുമൺ. ഞാൻ സ്ത്രീകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്തിനാണ്? ടു ബി ഇൻഡിപെൻഡൻറ്റ് ടു ഫൈറ്റ് ഫോർ ദംസെൽസ്. സ്ത്രീകൾ അവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ തന്നെ സ്വതന്ത്രരായി പോരാടുകയാണ് വേണ്ടത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ് ഈസ് ടൈം ടു സ്പീക്ക് അപ്പ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നൗ ഇറ്റ് ഈസ് ടൈം ടു സ്പീക്ക് അപ്പ്. ഇനി ഉച്ചത്തിൽ സംസാരിക്കേണ്ട സമയമായിട്ടുണ്ട്. വി കാൾ അപ്പോൺ ദി വേൾഡ് ലീഡേഴ്സ് ദാറ്റ് all the peace deals must protect women and children's rights. നമ്മൾ എല്ലാ ലോക നേതാക്കളെയും സന്ദർശിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്താണത്? ദാറ്റ് ഓൾ ദി പീസ് ഡീൽസ് മസ്റ്റ് പ്രൊട്ടക്റ്റ്, എല്ലാ സമാധാന ഉടമ്പടികളും സംരക്ഷിക്കണം. വുമൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കണം എല്ലാ സമാധാന ഉടമ്പടികളും. A deal that goes against the dignity of women and their rights is unacceptable. സ്ത്രീകളുടെ മഹത്വത്തിനും അവരുടെ അവകാശങ്ങൾക്കുമെതിരെയുള്ള ഒരു ഉടമ്പടി അതൊരിക്കലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം. അൺഅക്സെപ്റ്റബിൾ ആണ് അത്തരമൊരു കാര്യം. വി കാൾ അപ്പോൺ ഓൾ ഗവൺമെൻറ് ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ് ആൾ ഓവർ ദി വേൾഡ്. എല്ലാ ഭരണകൂടങ്ങളോടും നമ്മൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തിന്? ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ. ഫോർ എവറി ചൈൽഡ് ആൾ ഓവർ ദി വേൾഡ്, ലോകത്തുള്ള ഓരോ കുട്ടിക്കും നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ഓരോ ഭരണകൂടങ്ങളോടും നാം ആഹ്വാനം ചെയ്യുന്നു. ഇനി ഈ ഭാഗത്തിലെ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. We call upon all governments to fight against terrorism and violence, to protect children from brutality and harm. എല്ലാ ഭരണകൂടങ്ങളോടും നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. To fight against terrorism and violence, തീവ്രവാദത്തിനും അക്രമങ്ങൾക്കുമെതിരെ പോരാടാൻ. To protect children, കുട്ടികളെ സംരക്ഷിക്കാൻ. From brutality and harm, ക്രൂരതകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും നാം ആഹ്വാനം ചെയ്യുന്നു. വി കാൾ അപ്പോൺ ദി ഡെവലപ്ഡ് നേഷൻസ് ടു സപ്പോർട്ട് ദി എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ് ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. നമ്മൾ വികസിത രാജ്യങ്ങളോടെല്ലാം ആഹ്വാനം ചെയ്യുന്നു. എന്തിന്? ടു സപ്പോർട്ട്
ദി എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ പിന്തുണക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഗേൾസ് ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്, വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി. വി കാൾ അപ്പോൺ ആൾ കമ്മ്യൂണിറ്റീസ് ടു ബി ടോളറൻറ്റ്, എല്ലാ സമുദായങ്ങളോടും നമ്മൾ സഹിഷ്ണുത കാണിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ടു റിജക്റ്റ് പ്രിജുഡിസസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ഓർ ജെൻഡർ, ടു എൻഷുർ ഫ്രീഡം ആൻഡ് ഈക്വാളിറ്റി ഫോർ വിമൻ സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്. ഇനി എങ്ങനെയാണ് സഹിഷ്ണുത കൈവരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ടു റിജക്റ്റ് പ്രിജുഡിസസ്, മുൻവിധികളൊക്കെ ഒഴിവാക്കണം. ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ഓർ ജെൻഡർ, ജാതിയെയും മതവിശ്വാസങ്ങളെയും ലിംഗഭേദങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള മുൻവിധികളൊക്കെ ഒഴിവാക്കണം. ടു എൻഷുർ ഫ്രീഡം ആൻഡ് ഈക്വാളിറ്റി, സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി. ഫോർ വുമൻ, സ്ത്രീകൾക്ക്. സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്, അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം വളരാൻ സാധിക്കും. വി കനോട്ട് ഓൾ സക്സീഡ് വെൻ ഹാഫ് ഓഫ് us ആർ ഹെൽഡ് ബാക്ക്, നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല. നമ്മളിൽ പകുതി പേരും പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. വി കാൾ അപ്പോൺ അവർ സിസ്റ്റേഴ്സ് അറൗണ്ട് ദി വേൾഡ് ടു ബി ബ്രേവ്, ലോകത്തുള്ള നമ്മുടെ എല്ലാ സഹോദരിമാരോടും ധൈര്യത്തോടുകൂടി നിലകൊള്ളാൻ നാം ആഹ്വാനം ചെയ്യുന്നു. ടു എംബ്രേസ് ദി സ്ട്രെങ്ത് വിത്തിൻ ദംസെൽസ് ആൻഡ് റിയലൈസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ പുണരാനും അതുപോലെ അവരുടെ പൂർണ്ണമായ സാമർഥ്യത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടി. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. എന്തിനാണത്? ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ, ഓരോ കുട്ടിയുടെയും ശോഭനമായ ഭാവിക്ക് വേണ്ടി. വി വിൽ കണ്ടിന്യൂ അവർ ജേണി, നമ്മൾ നമ്മളുടെ യാത്ര തുടരുക തന്നെ ചെയ്യും. ടു അവർ ഡെസ്റ്റിനേഷൻ ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവരി വൺ, എല്ലാവർക്കും സമാധാനവും വിദ്യാഭ്യാസവും എന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നതുവരെ. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ആസ്, ആർക്കും നമ്മെ തടയാൻ കഴിയില്ല. വി വിൽ സ്പീക്ക് ഫോർ അവർ റൈറ്റ്സ്, നമ്മൾ നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആൻഡ് വി വിൽ ബ്രിങ് ചേഞ്ച് ത്രൂ അവർ വോയിസ്, നമ്മുടെ ശബ്ദങ്ങളിലൂടെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും. വി മസ്റ്റ് ബിലീവ് ഇൻ ദി പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്, വി മസ്റ്റ് ബിലീവ്, നമ്മൾ തീർച്ചയായും വിശ്വസിക്കണം. ഇൻ ദി പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്, നമ്മുടെ വാക്കുകളുടെ ശക്തിയിലും കരുത്തിലും നമ്മൾ വിശ്വസിക്കണം. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദി വേൾഡ്, നമ്മുടെ വാക്കുകൾക്ക് ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ബിക്കോസ് വി ആർ ആൾ ടുഗദർ, കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്. യുണൈറ്റഡ് ഫോർ ദി കോസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് വി വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ, നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ, ദെൻ ലെറ്റ് us empower ourselves, നമുക്ക് നമ്മെ തന്നെ ശക്തിപ്പെടുത്താം. വിത്ത് ദി വെപ്പൺ ഓഫ് നോളജ്, അറിവിൻ്റെ ആയുധം കൊണ്ട്. വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് അർത്ഥം. അറിവാകുന്ന ആയുധം കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശക്തിപ്പെടുത്താം. ആൻഡ് ലെറ്റ് us ഷീൽഡ് ourselves with unity and togetherness, ഐക്യം കൊണ്ടും ഒരുമ കൊണ്ടും നമുക്ക് നമ്മളിൽ തന്നെ കവചമൊരുക്കാം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം പോവേർട്ടി, ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നോറൻസ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം പോവേർട്ടി, ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നോറൻസ്. ദാരിദ്ര്യം കാരണം, അനീതിയും അജ്ഞതയും കാരണം ജനലക്ഷങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് സ്കൂൾസ്, ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിന് പുറത്താണ് എന്ന കാര്യം, അവർക്ക് വിദ്യാഭ്യാസത്തിന് അവസരമില്ല എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ എ ബ്രൈറ്റ് പീസ്ഫുൾ ഫ്യൂച്ചർ. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ദാറ്റ് അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആർ വെയിറ്റിംഗ്, നമ്മുടെ സഹോദരി സഹോദരന്മാരെല്ലാം കാത്തു നിൽക്കുകയാണ്. ഫോർ എ ബ്രൈറ്റ് പീസ്ഫുൾ ഫ്യൂച്ചർ, ശോഭനമായ സമാധാനമുള്ള ഒരു ഭാവിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. സോ ലെറ്റ് us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens.
സോ ലെറ്റ് us വേജ് എ ഗ്ലോബൽ സ്ട്രഗിൾ. അതുകൊണ്ട് നമുക്കൊരു ആഗോള സമരത്തിന് ശപഥം ചെയ്യാം. എഗെയിൻസ്റ്റ് ഇല്ലിറ്ററസി, പോവേർട്ടി ആൻഡ് ടെററിസം. നിരക്ഷരതക്കും ദാരിദ്ര്യത്തിനും ഭീകരവാദത്തിനുമെതിരെ. ആൻഡ് ലെറ്റ് us pick up our books and pens. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പേനയും എടുക്കാം. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അതാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകം, ഇവക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ദി ഒൺലി സൊല്യൂഷൻ. വിദ്യാഭ്യാസമാണ് ഒരേ ഒരു പരിഹാരം. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. വിദ്യാഭ്യാസത്തിനാണ് പ്രഥമ പ്രാധാന്യം നൽകേണ്ടത്. ഇത്രയുമാണ് മലാലയുടെ പ്രസംഗം. ഇനി ഈ അവസാന ഭാഗത്തിലെ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് പാഠഭാഗത്ത് കൊടുത്ത അവരെക്കുറിച്ചുള്ള വിവരണം ഒന്ന് വായിച്ചു നോക്കാം. മലാല യൂസുഫ്സാ ഈസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ. പാകിസ്ഥാനിലെ സ്ത്രീ വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. ആൻഡ് ദി യങ്ങസ്റ്റ് എവർ നോബൽ പ്രൈസ് റെസിപ്പൻറ്റ് 2014. 2014 നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാനം കിട്ടിയ ആൾ കൂടിയാണ്. ഷീ ഈസ് നോൺ മെയിൻലി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കസി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ വിമൻ ഇൻ ഹെർ നാറ്റീവ് സ്വാറ്റ് വാലി. വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്കും വേണ്ടിയുള്ള, സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള മനുഷ്യാവകാശ ശുപാർശകയായിട്ടാണ് അവർ കൂടുതലും അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും അവരുടെ താമസിക്കുന്ന സ്വാറ്റ് വാലിയിൽ. ഗേൾസ് were at times not allowed to attend schools. സ്വാറ്റ് വാലിയുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. അതായത് അവിടെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. യൂസുഫ്സായി's advocacy has grown into an international movement. അവരുടെ അഭിഭാഷണം ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമായി പിന്നീട് വളർന്നു പന്തലിക്കുകയാണ് ചെയ്തത്.